മുണ്ടക്കൈ പുനരധിവാസത്തിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരും പ്രതിക്കൂട്ടിൽ 4.5 മാസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ കരട് പട്ടികയിൽ അർഹരായ നിരവധി പേർ പുറത്തായി. 11ാം വാർഡിൽ മാത്രം 70-ലധികം പേരുകൾ ഇരട്ടിച്ചു. മേപ്പാടി പഞ്ചായത്തിന്റെ കണക്കുകൾ മുഖവിലക്കെടുക്കാതെയാണ് കരട് പട്ടിക തയ്യാറാക്കിയത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് UDF ആരോപിച്ചു. ഇപ്പോഴത്തെ ലിസ്റ്റ് അന്തിമമല്ലെന്നും കരട് പട്ടികയിലെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പൂർണ്ണമായി കേൾക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പഞ്ചായത്തും റവന്യൂ ഓരോ പട്ടിക തയ്യാറാക്കി. ആ രണ്ടു പട്ടികയും ഒരുമിച്ച് അതിൻ്റെ കൺസോൾട്ടേഷൻ നടത്തി. ആ കൺസോൾട്ടേഷൻ നടത്തിയ ലിസ്റ്റാണ് ഇന്നലെ 388 പേരുടെ ലിസ്റ്റായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റ് അന്തിമമല്ല, ഇതൊരു കരട് പട്ടികയാണ്. ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 15 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച പരാതികൾ ആളുകൾക്ക് നൽകാൻ അവസരമുണ്ട്. അതിൽ ഉൾപ്പെടാതെ പോയവർക്ക് അപേക്ഷ നൽകാം. അനർഹമായി ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതു സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇത് 4 സ്ഥലങ്ങളിൽ സ്വീകരിക്കും. ഒന്ന് മേപ്പാടിയിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ, വെള്ളാർമല വില്ലേജ് ഓഫീസിൽ, വൈത്തിരി താലൂക്ക് ഓഫീസിൽ. ഇനി 3 ഇടത്തും പോകാൻ പറ്റാത്തവർക്ക് സബ് കളക്ടറുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിലൂടെയും പരാതി അയക്കാം. ഈ പരാതി 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നൽകിയാൽ ആ 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നൽകിയ പരാതി സബ് കളക്ടർ വീണ്ടും LSTDയുടെയും റവന്യൂവിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നേരിട്ട് പോയി ആ സ്ഥലങ്ങളിൽ ആക്ച്വൽ നഷ്ടപ്പെട്ടതാണോ എന്ന് പരിശോധിച്ച് അതിൽ ഉൾപ്പെടുത്തേണ്ടവരെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തും. അതാണ് 1ാം ഘട്ടവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്. സർക്കാരിൻ്റെ ലക്ഷ്യം ഇൻക്ലൂസീവാണ്, ആരെയും ഒഴിവാക്കലല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തലാണ്. അനീസ് അലി വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനീസ് അലി, പുനരധിവാസ പട്ടികയിലുണ്ടായിരിക്കുന്ന അപാകതകൾ, പിഴവുകൾ അത് എത്രത്തോളമാണ്? അതിന് സർക്കാർ നൽകുന്ന വിശദീകരണം എന്താണ്? സർക്കാരിൻ്റെ വിശദീകരണം ഏറ്റവും വ്യക്തമായി തന്നെ ഇപ്പോൾ മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശദീകരണവും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇതൊരു കരട് ലിസ്റ്റാണ്, 15 ദിവസം അതിന് സമയമുണ്ട് എന്നാണ്. പക്ഷേ ഒരു കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലുണ്ടാകാവുന്ന ആക്ഷേപങ്ങൾ സ്വാഭാവികമാണ്. അത് ഒരു ഫൈനൽ ലിസ്റ്റ് അല്ല എന്നത് വ്യക്തമാണ്. പക്ഷേ ഇത് ഒരു അത്തരം വിശദീകരണം കൊണ്ട് നിൽക്കാത്തത്രയും ഗുരുതര പിഴവുകളുടെ ഒരു വലിയ പട്ടികയാണ് പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മേപ്പാടി പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പട്ടിക, ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. അതിൽ 510 കുടുംബങ്ങൾ ദുരിതബാധിതരായി പുനരധിവാസം ആവശ്യമുള്ളവരായി ഉണ്ടായിരിക്കെ അത് ലിസ്റ്റ് നൽകിയതിനു ശേഷവും 388 പേരുടെ ലിസ്റ്റാണ് മാനന്തവാടി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെയും 100-ലധികം ലിസ്റ്റ് പേരുകൾ ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ 388 തന്നെയും 100-ലധികം പേരുകൾ ആവർത്തനമാണ് എന്ന് പറയുമ്പോൾ പിന്നെയും അതൊരുപാട് ഇങ്ങോട്ട് കുറഞ്ഞു വരികയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് കൃത്യമായൊരു ഉത്തരവും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലത്തുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു കരട് ലിസ്റ്റാണ്, 15 ദിവസത്തെ സമയമുണ്ട്. ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ട് നിൽക്കുന്നതല്ല ഇതിലുണ്ടായിട്ടുള്ള ഗുരുതര പിഴവുകൾ. ഇതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പിഴവുകൾ എന്ന് പറയുന്നത്, ഒന്ന്, അർഹതപ്പെട്ട ഒരുപാട് പേർ ഇതിന് പുറത്തുണ്ട് എന്നതാണ്. അർഹതപ്പെട്ട ഈ നിർബന്ധമായും ഈ മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെ വീട് നഷ്ടപ്പെട്ട, കുടുംബം നഷ്ടപ്പെട്ട ആളുകളെല്ലാം പോയി കഴിഞ്ഞാൽ സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾ, പാടികളൊന്നാകെ പോയ ആളുകളൊക്കെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്, ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അതൊന്നാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ വന്ന ലിസ്റ്റിൽ വലിയ തോതിൽ ഇരട്ടിപ്പുണ്ട്. മുണ്ടക്കൈ എന്ന് പറയുന്ന 11ാം വാർഡിൽ മാത്രം 65 പേരുകൾ ആവർത്തിച്ച് പിന്നെയും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം നിരുത്തരവാദപരമായാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇത് 4.5 മാസം, ദുരന്തം നടക്കുന്നത് ജൂലൈ 30-നാണ്. അതിനുശേഷം 4.5 മാസം കഴിയുമ്പോഴാണ് ഈ ഒരു ലിസ്റ്റ് തന്നെ പുറത്തു വരുന്നത്. ഇപ്പോഴും വാടക വീടുകളിലും അതുപോലെ തന്നെ ബന്ധു വീടുകളിലുമൊക്കെ കഴിയുന്ന ആളുകൾ സ്വന്തമായ ഒരു കൂര എന്ന സ്വപ്നവുമായി കഴിയുകയാണ്. അതിനിടയിൽ സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുള്ള വീടുകൾക്ക് പോലും ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് സർക്കാർ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ ടൗൺഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതുപോലും പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ ഇവരുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കരട് ലിസ്റ്റ് ആണെങ്കിലും വ്യാപകമായ ക്രമക്കേടുകൾ അതിൽ കാണുന്നത്.